ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബൂട്ട്സ്ട്രാപ്പ് അലേർട്സിനെ കുറിച്ചാണ്. സോ നമുക്ക് വെബ്സൈറ്റിൽ കൊടുക്കാൻ കഴിയുന്ന വ്യത്യസ്ത തരത്തിലുള്ള അലേർട്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, വളരെ പെട്ടെന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഒരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ക്ലാസ് നമ്മൾ അലേർട്ട് എന്ന് കൊടുക്കുന്നു. ശേഷം നമുക്ക് ഏത് കളറാണോ വേണ്ടത്, ആദ്യമായി ഞാൻ അലേർട്ട് പ്രൈമറി എന്ന് കൊടുക്കുന്നു, അലേർട്ട് പ്രൈമറി. അതിനുശേഷം റോൾ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ നമ്മൾ അലേർട്ട് എന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ബ്ലാങ്ക് ഒരു എലമെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിനുള്ളിൽ ഞാൻ വെൽക്കം സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ വെൽക്കം വേണമെങ്കിൽ നമുക്കൊരു H2 ടാഗിലോട്ട് ഒരു H4 ടാഗിലോട്ട് മാറ്റാം. H4. സോ ഞാൻ വെൽക്കം എടുത്ത് അതിനുള്ളിൽ പേസ്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള അലേർട്ടുകൾ നമ്മൾ സാധാരണ ലഭിക്കുന്നതാണ്, നമ്മൾ വെബ്സൈറ്റുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഞാനിത് കോപ്പി ചെയ്ത് താഴോട്ട് പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് അലേർട്ട് സെക്കൻഡറി നമ്മൾ നേരത്തെ പഠിച്ച മറ്റെല്ലാ കളേഴ്സും അതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ് സെക്കൻഡറി. സോ ഇതുപോലെയുള്ള ഒരു അലേർട്ട് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ ബാക്കി ക്ലാസ്സസ് നമുക്ക് നോക്കാം. സക്സസ് ഒരു ഗ്രീൻ കളറിലായി ലഭിക്കുന്നു. അതുപോലെ വാണിംഗ്, അതുപോലെ ഡേഞ്ചർ, നമ്മൾ പഠിച്ച എല്ലാ കളറും നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഡേഞ്ചർ. സോ ഡേഞ്ചർ സാധാരണ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിൽ ആയത് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡേഞ്ചർ ഉപയോഗിക്കാം. സോ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള ഡേഞ്ചർ എന്ന് പറയുന്ന കളേഴ്സ് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ബാക്കി എല്ലാ കളേഴ്സും നമുക്കിതിൽ ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ പഠിച്ച ഇൻഫോ, അതുപോലെ ഡാർക്ക്, സോ ഓരോന്നിനും അതിനനുസരിച്ചുള്ള സ്റ്റൈൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഉദാഹരണമായി എനിക്ക് ഇതിനുള്ളിൽ ഞാൻ മറ്റൊരു പാരഗ്രാഫ് എലമെൻറ്റ് കൊടുക്കുന്നു. പ്ലീസ് ക്ലിക്ക് ഹിയർ എന്നുള്ളത് നമ്മളൊരു ലിങ്ക് കൊടുക്കുകയാണ്. സോ എ ടാഗിനുള്ളിൽ കൊടുക്കുന്നു. ഹിയർ എടുത്ത് കട്ട് ചെയ്ത് ഞാൻ എ ടാഗിനുള്ളിൽ കൊടുക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഹിയർ എന്ന് പറയുന്ന ആ ലിങ്ക് നമുക്ക് സാധാരണ ഒരു നോർമൽ ലിങ്കാണ് ലഭിക്കുന്നത്. സോ അത് നമുക്ക് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് എ ടാഗിനുള്ളിൽ വന്നതിന് ശേഷം ഒരു ക്ലാസ് അലേർട്ട് ലിങ്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിം കൊടുക്കുക. സേവ് ചെയ്യുക. സോ അപ്പോൾ അതിന് നമ്മുടെ അലേർട്ടിന് മാച്ച് ആയിട്ടുള്ള ഒരു ലിങ്ക് സ്റ്റൈൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഞാനിത് സക്സസ് ആക്കി മാറ്റിയാൽ അതുപോലെ അതിന് അനുസൃതമായ ഒരു കളർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വാണിംഗ് ആക്കിയാൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ലിങ്കും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനുള്ളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്കറിയാം ചില അലേർട്ട്സുകൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. സോ നമുക്ക് അലേർട്ട് വന്ന് നമ്മൾ ആ ഒരു അലേർട്ട് ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഒരു ബട്ടൺ ആഡ് ചെയ്യാം. ബട്ടൺ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ക്ലാസ് നെയിം നമുക്ക് BTN ക്ലോസ് എന്ന് കൊടുക്കാം. BTN ക്ലോസ്. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ക്ലോസ് സൈൻ അവിടെ വരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഈ ഡെവലപ്മെൻറ്റിന് നമുക്ക് ഒരു അലേർട്ട് ഡിസ്മിസിബിൾ എന്ന് ഒരു ക്ലാസ് കൊടുക്കേണ്ടതുണ്ട്. അലേർട്ട് ഡിസ്മിസിബിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിം കൊടുക്കാം. അലേർട്ട് ഡിസ്മിസിബിൾ. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ലഭിക്കും. സാധാരണ ഈ ഒരു സൈഡിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. സോ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി നമ്മുടെ ഈ ഒരു അലേർട്ട് ക്ലോസ് ആവണം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിനൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനാലിറ്റി അസൈൻ ചെയ്യേണ്ടതുണ്ട്. സോ അത് നമ്മൾ ഡാറ്റ BS ഡിസ്മിസ്, ശേഷം അതിൽ നമ്മൾ അലേർട്ട് എന്ന് കൊടുക്കുക. സേവ് ചെയ്യുക. സോ ഈ ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ ഓൾറെഡി നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് JS ഫയലിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇതിവിടെ എഴുതി കൊടുത്താൽ മതി. സോ നമ്മൾ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവുന്നതായിരിക്കും. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്നതായിരിക്കും. സോ നമ്മൾ ക്ലോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അലേർട്ട് ക്ലോസ് ആവുന്നതായിരിക്കും. സോ നമുക്ക് വീണ്ടും റീലോഡ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ക്ലോസ് ചെയ്യുന്നതിന് ഒരു ഫെയ്ഡ് എഫക്റ്റ് കൂടി കൊടുക്കാം. സോ നമ്മൾ ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. സോ നമുക്കൊരു ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് അതിന് കൊടുക്കാം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡെവലപ്മെൻറ്റിൻ്റെ ഇവിടെ അലേർട്ട് ഡിസ്മിസിബിൾ എന്ന ഭാഗത്ത് വന്നതിന് ശേഷം സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ ഫെയ്ഡ് ഷോ എന്ന് കൊടുക്കുക. ഈ രണ്ട് ക്ലാസ് നെയിം നമ്മൾ അതിന് അസൈൻ ചെയ്യുക. സേവ് ചെയ്യുക. ഇനി നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ ഒരു ലാഗോട് കൂടിയായിട്ട് ഒരു ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് അലേർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഡിസ്മിസിബിൾ അലേർട്ട്സും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.